നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാടാച്ചിറ കോട്ടൂരിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കോട്ടൂർ സ്വദേശി മുഹമ്മദ് നുഫൈൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഒരു സീറ്റിൽ കൂടി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണപുരം 10-ാം വാർഡ് തൃക്കോത്താണ് പ്രേമ സുരേന്ദ്രൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആലക്കോട് വായാട്ടുപറമ്പിൽ കൊപ്ര ഫാക്ടറിയിൽ വൻ തീപിടുത്തം. 2 ലോഡ് കൊപ്രയും 1000 ലിറ്റർ വെളിച്ചെണ്ണയും മെഷീനറിയും കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. കാടാച്ചിറ കോട്ടൂരിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. കോട്ടൂർ സ്വദേശി മുഹമ്മദ് നുഫൈലാണ് 1.350 ഗ്രാം MDMAയുമായി അറസ്റ്റിലായത്. ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ ചക്കരക്കൽ CI MP ഷാജിയുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലായിരുന്നു അറസ്റ്റ്. കാടാച്ചിറ കോട്ടൂരിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. കോട്ടൂർ സ്വദേശി മുഹമ്മദ് നുഫൈലാണ് 1.35 ഗ്രാം MDMAയുമായി അറസ്റ്റിലായത്. ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ ചക്കരക്കൽ CI MP ഷാജിയുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലായിരുന്നു അറസ്റ്റ്. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. പ്രതിക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഒരു സീറ്റിൽ കൂടി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണപുരം 10-ാം വാർഡ് തൃക്കോത്താണ് പ്രേമ സുരേന്ദ്രൻ CPIM എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഒരു സീറ്റിൽ കൂടി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണപുരം 10-ാം വാർഡ് തൃക്കോത്താണ് പ്രേമ സുരേന്ദ്രൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ക്രിസ്തുനിലെ NA ഗ്രേസി സത്യപ്രതിജ്ഞയിൽ നേരിട്ടെത്തി ഭരണാധികാരികൾക്ക് മുന്നിലോ ഉപഭരണാധികാരിക്ക് മുന്നിലോ സത്യപ്രതിജ്ഞ ചൊല്ലി കേൾപ്പിക്കാത്തതിനാലാണ് പത്രിക അസാധുവായത്. നേരിട്ടെത്തി സത്യവാചകം ചൊല്ലിയ ശേഷം ഒപ്പിട്ട് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ നടപടിക്രമം. എന്നാൽ ഗ്രേസി മറ്റൊരാളുടെ കയ്യിൽ സത്യപ്രതിജ്ഞ ഒപ്പിട്ട് കൊടുത്തയക്കുകയായിരുന്നു. സൂക്ഷ്മ പരിശോധനാ സമയത്തും ഹാജരായില്ല. സൂക്ഷ്മ പരിശോധനയ്ക്ക് മുമ്പ് സത്യപ്രതിജ്ഞ ചൊല്ലി കേൾപ്പിക്കാൻ അവസരം നൽകിയെങ്കിലും ഗ്രേസി സൂക്ഷ്മ പരിശോധനയ്ക്ക് ഹാജരാകാത്തതോടെയാണ് ഭരണാധികാരി പത്രിക തള്ളിയത്. ആലക്കോട് വായാട്ടുപറമ്പിൽ കൊപ്ര ഫാക്ടറിയിൽ വൻ തീപിടുത്തം. സെന്റ് ജോസഫ് പള്ളിക്ക് സമീപത്തെ ഗ്രാമിക കോക്കനട്ട് ഓയിൽ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. 2 ലോഡ് കൊപ്രയും 1000 ലിറ്റർ വെളിച്ചെണ്ണയും മെഷീനറിയും കത്തിനശിച്ചു. ആലക്കോട് വായാട്ടുപറമ്പിൽ കൊപ്ര ഫാക്ടറിയിൽ വൻ തീപിടുത്തം. സെന്റ് ജോസഫ് പള്ളിക്ക് സമീപത്തെ ഗ്രാമിക കോക്കനട്ട് ഓയിൽ ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. 2 ലോഡ് കൊപ്രയും 1000 ലിറ്റർ വെളിച്ചെണ്ണയും മെഷീനറിയും കത്തിനശിച്ചു. കെട്ടിടത്തിനും കേടുപാട് സംഭവിച്ചു. വയറിംഗും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയം. കൊപ്ര കത്തുന്ന മണം അനുഭവപ്പെട്ട ഉടമ പുളിക്കൻ ബേബി വന്ന് നോക്കിയപ്പോഴാണ് തീ കത്തുന്നത് കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് തളിപ്പറമ്പിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. 1.25 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ബേബി പറഞ്ഞു. തലശ്ശേരി മുബാറക് വിമൻസ് കോളേജിന്റെ 10-ാം വാർഷികാഘോഷം വർണ്ണാഭമായി. തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടി KK രമ MLA ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി മുബാറക് വിമൻസ് കോളേജിന്റെ 10-ാം വാർഷികാഘോഷം വർണ്ണാഭമായി. തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടി KK രമ MLA ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലം വളരെ മുന്നേ ഉള്ള കാലഘട്ടങ്ങൾ, ഏകദേശം ഞാൻ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 91-92 വർഷ കാലയളവിൽ വർഷങ്ങൾക്ക് മുന്നേ കോളേജ് വിദ്യാഭ്യാസം ഡിഗ്രി പഠനമൊക്കെ പൂർത്തിയാക്കിയ ആളാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ പോലെ വിദ്യാർത്ഥിനികൾ പഠനം വിദ്യാഭ്യാസത്തിന് ഒരുപാട് മുകളിലേക്ക് പോകണം, അല്ലെ കൂടുതൽ വിദ്യാഭ്യാസം വയ്ക്കണം എന്നതിൽ പെൺകുട്ടികൾ എങ്ങനെ പോകണോ എന്നുള്ളൊക്കെ ഒരു ചർച്ചകൾ വീട്ടിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള റെസ്ട്രിക്ഷൻസ്, പെൺകുട്ടികൾ അങ്ങനെ അങ്ങ് പോകേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു. എന്നാൽ ഞങ്ങളൊക്കെ കാലത്തും കുറേയൊക്കെ മാറ്റം, നമ്മളൊക്കെ അതിനെതിരെ സംസാരിക്കുകയും ഞങ്ങൾക്കും പഠിക്കണം, നമ്മുടേതായ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ പോലെ തന്നെ പഠിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ഇടപെടാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്നും ആ തരത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നൊക്കെ സംസാരിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ ഇന്ന് കുറെ കൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം.
നേരത്തെ ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗമൊക്കെ വലിയ തോതിൽ വികാസം പ്രാപിച്ച് നമ്മളെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ ലോകത്തെ അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളുള്ളത്, അല്ലേ? ഇന്ന് നമ്മൾ ജെമിനിയോട് സംസാരിക്കുന്ന കാലഘട്ടത്തിലാണ്. എല്ലാം ChatGPT ഒക്കെ പോയി ഇപ്പോൾ ജെമിനിയോട് ഏറ്റവും അടുത്ത് സംസാരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് നമുക്കോട് പറയുകയും ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ നാട്, നമ്മുടെ ചുറ്റുപാടും എത്തിയ ഒരു സാഹചര്യങ്ങൾ കൂടിയാണുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വളരുമ്പോഴും എന്താണ് നമ്മുടെ ഒരു ലക്ഷ്യം? എങ്ങനെയായിരിക്കണം നമ്മൾ സമൂഹത്തിൽ ഇടപെടേണ്ടത്? എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും ചില പ്രയാസങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മനസ്സ് പതറിപ്പോകുന്ന, മനസ്സ് ചാഞ്ചാടിപ്പോകുന്ന, അല്ലെങ്കിൽ വല്ലാതെ ദുർബലമായി പോകുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം എന്നുള്ളത് കൂടി നമ്മളൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു സമയം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പെൺകുട്ടികൾ ഒരുപാട് ഉന്നതത്തിലെത്തിയിരിക്കുകയാണ്. അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കാൻ, എൻ്റെ കാഴ്ചപ്പാട് എന്താണ്, എൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഏറ്റവും ദീർഘവീക്ഷണത്തോടുകൂടി, ഏറ്റവും ശക്തമായ ഇടപെടലോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ ഒരുപാട് മാറിയ സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് സി ഹാരിസ് ഹാജി അധ്യക്ഷനായി. സിനി ആർട്ടിസ്റ്റ് കലാഭവൻ സമദ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ നൂറ നാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുബാറക് HSS കമ്മിറ്റി പ്രസിഡന്റ് AK സക്കരിയ, കോളേജ് കമ്മിറ്റി കറസ്പോണ്ടന്റ് പ്രൊഫസർ AP സുബൈർ, മുബാറക് HSS പ്രിൻസിപ്പൽ TM മുഹമ്മദ് സാജിദ്, മുബാറക് HSS പ്രധാനാധ്യാപകൻ KP നിസാർ, മുബാറക് LP സ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുൽ നാസിഫ്, മുബാറക് വിമൻസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ജോയ്സ് ഒലിവർ, കോളേജ് കമ്മിറ്റി ട്രഷറർ തഫ്ലീം മാണിയാട്ട്, CA അബൂബക്കർ, ANP ഷാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് കമ്മിറ്റി സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി സ്വാഗതം പറഞ്ഞു. തുടർന്ന് ആദരായനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. UDF കൂത്തുപറമ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് ഇന്ദിരാഭവനിൽ മുൻ MPയും KPCC വൈസ് പ്രസിഡന്റുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. UDF കൂത്തുപറമ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് ഇന്ദിരാഭവനിൽ മുൻ MPയും KPCC വൈസ് പ്രസിഡന്റുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, ജനങ്ങളെ ചാർത്തു നിർത്തുവാൻ പ്രാപ്തരായിരിക്കുന്ന 29 സാരഥികളെയാണ് UDF കൂത്തുപറമ്പിൽ ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. ഒരൊറ്റ ലക്ഷ്യം, കൂത്തുപറമ്പ് നഗരസഭ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ പ്രഗത്ഭരായിരിക്കുന്ന, ഏതൊരു വീടുകളിലും ധൈര്യസമേതം കയറി ചെല്ലുവാൻ പറ്റുന്ന, ഞാനത് എടുത്തു പറയാണ്, ഏതൊരു വീടുകളിലും ധൈര്യസമേതം കയറി ചെന്ന് അമ്മയുടെ കൈപിടിച്ച് വോട്ട് ചോദിക്കുവാൻ പ്രാപ്തരായ സാമൂഹിക സന്നദ്ധത ഉള്ള ആളുകളെയാണ് കൂത്തുപറമ്പിലെ 29 വാർഡുകളിലേക്കും ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കളത്തിലിറക്കുന്നത്. അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കുന്ന ഭരണകൂടത്തിനെതിരെ കേരളത്തിൽ ശക്തമായ ജനവികാരം ഉള്ളതുപോലെ പാവപ്പെട്ട അമ്മയുടെ സ്വർണ്ണമാല മോഷ്ടിക്കുന്ന കൂത്തുപറമ്പ് നഗരസഭയിലെ CPM കൗൺസിലർക്കെതിരെയും LDFനെതിരെയും
കൂത്തുപറമ്പിൽ ശക്തമായ ജനവികാരം ഉണ്ടെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. കള്ളന്മാർക്കെതിരെയുള്ള വിധിയെഴുത്തായി കൂത്തുപറമ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പ്രതികരിക്കണമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. UDF ചെയർമാൻ BB ഹാഷ്ട്രഫ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ CG തങ്കച്ചൻ, PK സതീശൻ, ഹരിദാസ് മൊഗേരി, CPO മുഹമ്മദ് ഹാജി, മുട്ടുമ്മൽ അലി, N ബാലകൃഷ്ണൻ, രജീഷ് കോട്ടയൻ, UN സത്യചന്ദ്രൻ, KV ജയരാജ്, KP സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. നഗരസഭയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. പാനൂർ നഗരസഭ LDF 1-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. PR മന്ദിരത്തിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭ LDF 1-ാം വാർഡ്
തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. PR മന്ദിരത്തിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട അഫ്സത്താണ്. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ബഹുഭൂരിപക്ഷം വാർഡ് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ സാധാരണ ജനങ്ങളോടുള്ള സമീപനവും അതോടൊപ്പം തന്നെ അതിദാരിദ്ര്യമുക്ത കേരളവും ഒക്കെ തന്നെ ഇന്ന് ജനങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP യൂസഫ്, ഹാരിസ് അസ്ദാദ് എന്നിവർ പങ്കെടുത്തു. ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിന് മാഹി CH സെന്ററിന്റെ നേതൃത്വത്തിൽ വീൽചെയറും സ്ട്രക്ചറും കൈമാറി. നിയമസഭാ സ്പീക്കർ V. ശെൽവം RMO ഡോക്ടർ EK ഷീബക്ക് കൈമാറി. ജീവകാരുണ്യ മേഖലയിൽ മാഹി CH സെന്റർ വഹിക്കുന്ന പങ്ക് സ്തുത്യർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ V. ശെൽവം പറഞ്ഞു. ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിന് CH സെന്റർ നൽകിയ വീൽചെയറും സ്ട്രക്ചറും RMO ഡോക്ടർ EK ഷീബയ്ക്ക് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെന്റർ പ്രസിഡന്റ് AV യൂസഫ്, TK വസീം, ചാലക്കര പുരുഷു AV അൻസാർ, EK മുഹമ്മദ് അലി, ദിനേശൻ അങ്കവളപ്പിൽ, K അലി ഹാജി, റിഷാദ് കൊടാളി, B ബിബിൻ എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് KSPS പാനൂർ ബ്ലോക്ക് സമ്മേളനം മാക്കൂൽ പിടിക KT ജയകൃഷ്ണൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടറി മനോജ് കാഞ്ഞിലേരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് പാനൂർ ബ്ലോക്ക് സമ്മേളനം മാക്കൂൽ പീടിക KT ജയകൃഷ്ണൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടറി മനോജ് കാഞ്ഞിലേരി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഇലക്ഷൻ മൂഡിൽ ആണെങ്കിൽ പോലും നമ്മുടെ പത്രമാധ്യമങ്ങളിലും എല്ലാ മാധ്യമങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തതും എന്നാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കൊള്ളകൾ. കൊള്ള എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചരിത്രം ലോകത്തിൽ എവിടെയും ഉണ്ടാവില്ല. ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കള് അത് കൊള്ളയടിക്ക് പരസ്യമായി കൊള്ളയടിക്കുകയും യാതൊരുവിധ ലക്ഷ്യമില്ലാതെ പൊതുസമൂഹത്തിന് മുന്നിൽ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ രാഷ്ട്രീയ ആ കാലാവസ്ഥയിൽ നമുക്കറിയാം, മറ്റ് മതസ്ഥരുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു ഹജ്ജ് ആ സമയം വരികയാണെങ്കിൽ എയർപോർട്ട് മുതൽ അവരുടെ വീടുകളിൽ വരെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ഭരണ സംവിധാനം വർഷാവർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശബരിമല തീർത്ഥയാത്രയില് തുടക്കം മുതൽ തന്നെ പാടിയിരിക്കുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ പത്മനാഭൻ മംഗലേരി അധ്യക്ഷനായി. BJP സംസ്ഥാന കൗൺസിൽ അംഗം മോഹനൻ മാനന്തേരി മുഖ്യപ്രഭാഷണം നടത്തി. BJP മണ്ഡലം പ്രസിഡന്റ് KC വിഷ്ണു, BJP കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത് പാട്യം, NTU ജില്ലാ സെക്രട്ടറി K സുവിൻ, VK രവീന്ദ്രൻ, CP രാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അക്ഷയ PP പ്രാർത്ഥന നടത്തി. KC കുമാരൻ മാസ്റ്റർ സ്വാഗതവും KM അശോകൻ നന്ദിയും പറഞ്ഞു. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി.
സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. ഫെഫ്ക മിനി സ്ക്രീൻ സ്റ്റേജ് ഡാൻസേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗവും മെമ്പർഷിപ്പ് കാർഡ് വിതരണവും നടന്നു. കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ഫെഫ്ക സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് ഫിഡാക് ഉദ്ഘാടനം ചെയ്തു. ഫെഫ്ക മിനി സ്ക്രീൻ സ്റ്റേജ് ഡാൻസേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗവും മെമ്പർഷിപ്പ് കാർഡ് വിതരണവും നടന്നു. കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ഫെഫ്ക സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് ഫിഡാക് ഉദ്ഘാടനം ചെയ്തു. ഫെഫ്ക സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണി ഫിഡാക് അധ്യക്ഷനായി. കെ വിനേഷ്, പി സൂരജ്, അസ്നേഷ്, കെ ജിജേഷ്, അമീഷ് കൊച്ചിൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊറിയോഗ്രാഫർ രതീഷ് തലശ്ശേരിക്ക് സ്നേഹോപഹാരം നൽകി. വിവിധ ഡാൻസ് ട്രൂപ്പ് അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ഭാരവാഹികളായി പ്രസിഡന്റായി പി സൂരജിനെയും സെക്രട്ടറിയായി കെ ജിജേഷിനെയും ട്രഷററായി കെ ബിനേഷിനെയും തെരഞ്ഞെടുത്തു. OISCA ഗ്ലോബൽ സമ്മിറ്റിനോടനുബന്ധിച്ചുള്ള പ്രചരണ പരിപാടിയുടെ സമാപനം പാനുണ്ട റോഡ് വേലാണ്ടിമുക്കിൽ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം വേലാണ്ടി രവീന്ദ്രൻ നിർവഹിച്ചു. OISCA ഗ്ലോബൽ സമ്മിറ്റിനോടനുബന്ധിച്ച് പ്രചരണ പരിപാടിയുടെ സമാപനം പാനുണ്ട റോഡ് വേലാണ്ടിമുക്കിൽ നടന്നു. വേലാണ്ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. OISCA ജില്ലാ സെക്രട്ടറി കക്കോത്ത് പ്രഭാകരൻ അധ്യക്ഷനായി. ഫുഡ് സേഫ്റ്റി, ആത്മ കൃഷിഭവൻ, വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഏകദിന ക്യാമ്പ് നടത്തിയത്. 100ഓളം പേർ ക്യാമ്പിൽ പങ്കാളികളായി. വേലാണ്ടി മുക്ക് ഫാം 88ലാണ് പരിപാടി നടന്നത്. പരിപാടിയോടനുബന്ധിച്ച് തൈകളുടെ നടിയിലും പരിപാലന രീതിയെക്കുറിച്ചുള്ള പരിശീലനവും വാഴക്കാമ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകി. ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, വെള്ളം പരിശോധന, യോഗ പരിശീലനം, ബോധവൽക്കരണം, പ്രതിജ്ഞ, സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടന്നു. ആത്മ പ്രൊജക്ട് ഡയറക്ടർ അജിത്, ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അരുൺ ബാലൻ, ഡോക്ടർ ഡിജോ ജോസ്, അനുപമ, OISCA ട്രസ്റ്റ് ബോർഡ് അംഗം KK ചന്ദ്രൻ, സുദേശ് കുമാർ, T ചന്ദ്രൻ, NSS കോർഡിനേറ്റർ ചിത്ര, പ്രവീൺ, ചിത്രൻ, VK രജീഷ്, KC ഹസൻ, ഗിരിജ, ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ, കൃഷി ഓഫീസർമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. NSS യൂണിറ്റിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുട്ടികൾ കുറവാണ്. അമിതവണ്ണം കുട്ടികളെന്ന് വെച്ചാൽ നല്ല തടിയും ഒന്നും വ്യായാമങ്ങളൊന്നും ചെയ്യാതെ അവർക്ക് പെട്ടെന്ന് അസുഖം വരും. എന്തുകൊണ്ടാണ്? അവരുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായി അല്ലേ? ഈ കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ
നമുക്ക് പെട്ടെന്ന് ഷുഗർ അതുപോലെ ഒരുപാട് അസുഖങ്ങൾ വരും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഹാർട്ടിനെ ബാധിക്കുന്നതാണ്, ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ശക്തി ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു കയറ്റം കയറുമ്പോൾ തന്നെ നമുക്ക് കതക്കാൻ തുടങ്ങും. അപ്പോൾ അതിനൊക്കെ പ്രയോജനമാണ് ഈ NSS പോലെയുള്ള ക്ലബ്ബുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കാടാച്ചിറ കോട്ടൂരിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കോട്ടൂർ സ്വദേശി മുഹമ്മദ് നുഫൈൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഒരു സീറ്റിൽ കൂടി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണപുരം 10ാം വാർഡ് തൃക്കോത്താണ് പ്രേമ സുരേന്ദ്രൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആലക്കോട് വായാട്ടുപറമ്പിൽ കൊപ്ര ഫാക്ടറിയിൽ വൻ തീപിടുത്തം. 2 ലോഡ് കൊപ്രയും 1000 ലിറ്റർ വെളിച്ചെണ്ണയും മെഷീനറിയും കത്തി നശിച്ചു. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.